പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഓഗസ്റ്റ് 25 ചൊവ്വാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യും. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാണ്. കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മധ്യസ്ഥത്താൽ ഞാൻ മക്കളെ ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. സാമ്പത്തികമായ ബാധ്യതകളാൽ വലിയ ജപ്തി നടപടിയൊക്കെ വരാൻ പോകുന്നവരും വന്നിട്ട് അതിലൂടെ കടന്നു പോകുന്നവരും അവർക്ക് എത്രയും വേഗം ഒരു പോംവഴി കിട്ടാൻ പരിശുദ്ധ മാതാവിനെ ആശ്രയിക്കട്ടെ. പലതരത്തിലുള്ള അപകടങ്ങൾ, ആക്രമണങ്ങൾ അനുഭവിക്കുന്നവർ, ജലജീവികളുടെയും വിഷജന്തുക്കളുടെയും ആക്രമണങ്ങളിൽപ്പെട്ടിരിക്കുന്നവർ കർത്താവിൻ്റെ രക്തം അവരെ തിളക്കപ്പെടുകയും ഇതോടുകൂടി അവരുടെ രോഗങ്ങൾ വിട്ടുമാറുകയും യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇന്ന് യാത്ര ചെയ്യുന്നവരെ അവരുപയോഗിക്കുന്ന രേഖകൾ, ഓരോ രേഖകളെയും ഞാൻ കർത്താവിന് സമർപ്പിക്കുന്നു. നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ, പ്രമാണങ്ങൾ, പാസ്പോർട്ടുകൾ, നിങ്ങളുടെ അപേക്ഷാ ഫോമുകൾ, നിങ്ങളുടെ ബാങ്ക് രേഖകൾ,
കർത്താവ് സ്പർശിക്കട്ടെ. ഇതുമായി കടന്നു പോകുന്നത് ഇതൊന്നും നഷ്ടപ്പെടാതിരിക്കാൻ കർത്താവിൻ്റെ വിശുദ്ധ മുദ്ര വെക്കട്ടെ. അത് ആർക്ക് കൊടുക്കുമ്പോഴും സ്വീകരിക്കുന്നവന് പരിശുദ്ധാത്മ നിറയുകയും നിനക്ക് ദൈവഹിതമാണെങ്കിൽ നിനക്ക് അനുകൂലമായ തീരുമാനം എടുത്തുകൊണ്ട് നിന്നെ സന്ധിക്കാൻ ഇടവരുത്തിട്ട് പ്രാർത്ഥിക്കുന്നു. നിന്റെ കൃഷിയിടങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. മത്സ്യത്തൊഴിലാളികളുടെ അവരുടെ ജീവിത മേഖലകളിലെ സാമ്പത്തികമായ ബാധ്യതകളും കടങ്ങളുള്ളവരെ കർത്താവ് ഏറ്റെടുക്കട്ടെ. ഏലകൃഷിക്കാര്, റബ്ബർ കൃഷിക്കാര്, റബ്ബർ ടാപ്പ് ചെയ്യുന്നവര്, അതുകൊണ്ടെല്ലാം ഉപജീവനം നടത്തുന്നവര്, പലതരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ, കാർഷിക ഉൽപ്പന്നങ്ങൾ വിറ്റുമാറാതിരിക്കുന്നവര്, അത് വിറ്റുമാറിയില്ലെങ്കിൽ ജീവിത കാര്യങ്ങൾ നിറവേറാതെ തടസ്സപ്പെട്ട് കിടക്കുന്നവരെ ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. വിറ്റുമാറാനുള്ള സാധനങ്ങൾ, വള്ളങ്ങളുണ്ടാകും, വലകളുണ്ടാകും, വീടുണ്ടാകും, സ്ഥലമുണ്ടാകും, ഇങ്ങനെയെല്ലാം അതെല്ലാം പെൻഡിങ്ങിൽ കിടക്കുന്ന കാരണം നിന്റെ കടങ്ങളുടെ പലിശകൾ കൂടുന്നവരുണ്ട്. കർത്താവേ, ഞാൻ അവരെ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. നമ്മളെ വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കാൻ ദൈവത്തിൻ്റെ വാഗ്ദാന പേടകമായ കൃപയുടെ സിംഹാസനമായ ക്രിസ്തുവിനെ സമീപിക്കുക എന്നുള്ള ഹെബ്രായർ 4:16 പോയിന്റ്സിൽ ക്രിസ്തുവിനെ എങ്ങനെ സമീപിക്കാം, അങ്ങനെ 8 യോഗ്യതകൾ നമ്മൾ ഇന്നലെ വരെ പറഞ്ഞു. ഇന്ന് 9ാമത്തെ യോഗ്യതയാണ് പറയണത്. 9ാമത്തെ യോഗ്യത പറയുന്നത് സ്നേഹവും കാരുണ്യവും പുലർത്തുക. മത്തായി 25:35. എന്തെന്നാൽ എനിക്ക് വിശന്നു നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു, എനിക്ക് ദാഹിച്ചു നിങ്ങൾ കുടിക്കാൻ തന്നു, ഞാൻ പരദേശിയായിരുന്നു നിങ്ങൾ എന്നെ സ്വീകരിച്ചു. അപ്പൊ അത് സ്നേഹവും കാരുണ്യമാണ്. ഇന്നലെ ഒരു മനുഷ്യൻ സാക്ഷ്യം പറഞ്ഞു. അപ്പൊ ഞാൻ ആൾക്കാരെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ പറയണത് എൻ്റെ കാരുണ്യ പ്രവൃത്തി എന്ന് പറഞ്ഞുകൊണ്ടല്ല, എനിക്ക് പുള്ളി സ്വന്തമായിട്ട് പറയണതാണ്, എനിക്ക് മനസ്സിലായിരിക്കണത് ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ്. പുള്ളിക്ക് അങ്ങനെയാണ് മനസ്സിലായിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ വിശക്കുന്നവരെ കണ്ടുപിടിച്ച് ഭക്ഷണം കൊടുക്കും. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി ഞാൻ അത് ആൾക്കാരെ കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിൽ തോന്നിയത്, ഞാൻ ഈ ഹോട്ടലുകാരോട് ശരിക്കും പറഞ്ഞാൽ എന്തൊരു നന്ദി ഉണ്ടാകുന്നറിയാമോ? നിങ്ങൾക്കറിയാലോ, ഏറ്റവും ക്ലേശകരമായൊരു ജോലിയാണ് ഹോട്ടൽ ജോലി. വെച്ചാൽ രാത്രി 3 മണിക്ക് എഴുന്നേൽക്കണം, എല്ലാം സെറ്റ് ചെയ്യണം, പിന്നെ കിടക്കണ ചില ആൾക്കാർ 11 മണിയാവും. ഈ നാട്ടുപുറങ്ങളിലെ ഹോട്ടലിലൊക്കെ ഈ നിയമങ്ങൾ ഈ രീതിയിൽ തന്നെ പോണത്. കുറേ എണ്ണം ഇങ്ങനെ എല്ലാ സമയത്തും ഇങ്ങനെ മുണ്ടുകൊടുത്ത് കയ്യിൽ നിറച്ച് ചെളിയും പറ്റിച്ചിരിക്കണ കാണാം. കരി പുരണ്ട് നിൽക്കണ ജന്മങ്ങളാണ് ശരിക്കും. 20,000 രൂപ കിട്ടുമായിരിക്കും, അത്രേ ഉള്ളൂ. ഞാൻ എന്താ പറയുക, അതല്ല പ്രശ്നം. ഇത് സേവനം. ഭയങ്കര സേവനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സേവനമാണ്. ഹോട്ടലുകാർ സമൂഹത്തോട് ചെയ്യുന്ന കാര്യം. മനുഷ്യന് എന്തുണ്ടെന്ന് പറഞ്ഞാൽ വിശന്ന് കഴിഞ്ഞാൽ ഇപ്പം ഭ്രാന്തനാണ് ശരിക്കും. ആൾക്കാരിങ്ങനെ ഹോട്ടലിൻ്റെ വാതിൽ അത് ചില ബന്ധു സമയത്തൊക്കെ പെട്ടുപോകുമ്പോൾ ഞാൻ പലയിടത്ത് പെട്ടിട്ടുണ്ട്. ഞാനൊരിക്കൽ ആദ്യം പെട്ട 1984 ഞാൻ ഡൽഹിയിൽ ചെന്ന്. ഡൽഹി ഞങ്ങളെ അന്ന് അച്ഛൻ പട്ടം സ്വീകരിക്കാൻ പോകുന്ന എല്ലാവരും ഓൾ ഇന്ത്യ ടൂറിന് പോയതാണ്. അപ്പം അങ്ങനെ ട്രെയിനിൽ പോയി ഞങ്ങളെല്ലാം ഡൽഹി ചെന്ന്. ഡൽഹി ചെന്നിട്ട് എനിക്ക് 3 ദിവസമായില്ലേ ഇവിടുന്ന് പോയിട്ട്, എനിക്കൊരു തുള്ളി ചോറ് കിട്ടണില്ല. എന്നിട്ട് എനിക്ക് വല്ല വഴിയറിയോ? ഡൽഹി ചെന്നിട്ട് ഇവരൊക്കെ ഇഷ്ടമുള്ളതൊക്കെ തിന്നുകൊണ്ടവർ ചപ്പാത്തി എന്തെങ്കിലുമൊക്കെ ബ്രെഡൊക്കെ വാങ്ങിച്ചു. എനിക്കാണെങ്കിൽ എൻ്റെ തല കറങ്ങണം. ഞാൻ ചോറ് തിന്നാത്ത ഒരു ദിവസം ഉണ്ടായിട്ടില്ല. ഇന്നൊക്കെ ഞാൻ ഇപ്പം ചപ്പാത്തി കഴിക്കണ്ടേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നറിയോ, ഡൽഹിയിൽ ഈ ഒരു 2 കിലോ രാത്രി, നിങ്ങൾ ഓർക്കണം, രാത്രി 1 മണിയോ ആയിട്ടുണ്ട്. ഡൽഹിയിൽ കൂടി ഞാൻ ഒറ്റക്ക് പോയി. എന്താണെന്നറിയാമോ, മലയാളി ഹോട്ടൽ എവിടെയെങ്കിലും ഉണ്ടോ? മലയാളി ഹോട്ടൽ. അവസാനം ഈ രാത്രി 2 മണിക്ക് ഒരു മലയാളി ഹോട്ടൽ കണ്ടുപിടിച്ച്. ഞാൻ തളർന്നു കേട്ടോ. വഴിയൊന്നും അറിയാൻ പറ്റുന്നേ, വെറുതെ ഇത് നിവൃത്തിയില്ലാതെ വിശന്നിട്ട് പോണതാണ്, വേറെ ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല. അപ്പോഴവർ ചെന്നപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, എനിക്ക് ചോറ് ഉണ്ടോയെന്ന് ചോദിച്ചു.
അപ്പോൾ പറഞ്ഞ് എല്ലാ പരിപാടിയും കഴിഞ്ഞു, കാലിയായി, ചെമ്പിൻ്റെ അകത്ത് ഇത്തിരി ചോറ് കിടപ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അവർ കറിയൊന്നുമില്ല, ആ ഡാളും ചോറും കുറച്ച് പച്ചരിച്ചോറും തണുത്ത പച്ചരിച്ചോറും കുറച്ച് പരിപ്പ് കറി എനിക്ക് തന്നു. അപ്പോൾ ഞാനത് കഴിക്കുമ്പോൾ പച്ചരിച്ചോറ് ഞാൻ അങ്ങനെ കഴിക്കത്തില്ല, പക്ഷെ കഴിക്കാതെ നിവർത്തില്ല. അപ്പോൾ അത് കേരളത്തിൽ മാത്രമല്ല ഈ ചാക്കരി കുത്തരി ചോറുള്ളൂ, എല്ലായിടത്തും പച്ചരി ചോറല്ലേ, തമിഴ്നാട് എല്ലായിടത്തും. അപ്പോൾ അതുകൊണ്ട് എല്ലാം പച്ചരി ചോറാണ്. ആ പച്ചരി ചോറും പരിപ്പ് കറിയും കഴിച്ചപ്പോൾ എനിക്ക് വലിയ എന്തോ സംഭവം കഴിച്ച പോലെ തോന്നി. അത് കഴുകാൻ വെച്ചപ്പോൾ അത്തത്തിൽ നിന്ന് എടുത്തോളൂന്നാണ് അവർ. മോശം സാധനമല്ല, നല്ല സാധനം തന്നെയാണ്. പക്ഷെ അപ്പം ഞാൻ ഓർത്തേ, ഈ 2 മണിക്ക് തുറന്ന് വെച്ച ഹോട്ടല് അതൊരു സേവനമാണ്. ഇത്തിരി വറ്റ എനിക്ക് വേണ്ടി സൂക്ഷിച്ചു തന്നിട്ട് അത് തന്നത് ഒരു സേവനമല്ലേ. പക്ഷെ ആ കാര്യം എന്താ, ഇപ്പം ഇയാൾ ഇന്ന് സാക്ഷ്യം പറഞ്ഞത് ശരിയല്ലേ. ഒരു മനുഷ്യൻ അപ്പോഴേക്ക് ഒരു മനുഷ്യന് ആഹാരം കൊടുക്കുന്നതിനേക്കാൾ വലിയ ഇപ്പം അമ്പലങ്ങളിലൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ, അന്നദാനം മഹാദാനം എന്ന്. എനിക്ക് കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്, ഞാൻ പറഞ്ഞാൽ ശരിയാത്. എൻ്റെ കുഞ്ഞുനാളിലുള്ള എക്സ്പീരിയൻസാണ്, ഞാൻ പഠിക്കണ കാലത്തുള്ള. അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, അത് എപ്പോഴും നമ്മൾ ഈ ഭക്ഷണം കൊടുക്കുന്നവർ പിന്നെ വിശക്കുന്നവരെ കൊടുക്കണമെന്നുള്ളത് നിർബന്ധമാക്കണം. ആർക്കെല്ലാം കൊണ്ടുപോയി ചാടിയിടും പോരരുത്. കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് മെഴുകിയ കരുവറ കൊടുക്കുകയും ചെയ്യരുത്. നിവൃത്തിയില്ലാത്തതിനെ കണ്ടു കൊടുക്കണമെന്ന്. സ്നേഹവും കരുണയും ഉണ്ട് അതിൻ്റെ അകത്ത്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ